ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ഒത്തിരിയേറെ സ്നേഹത്തോടെ ഓശാന തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊള്ളുന്നു. ഓശാന ഞായറാഴ്ച ഈശോനെ ഒത്തിരിയേറെ സ്നേഹത്തോടെ ആദരവോടെ ഓശാന പാടിക്കൊണ്ട് ആൾക്കാർ സ്വീകരിക്കുന്ന സുവിശേഷ ഭാഗം എന്ന് നമ്മൾ വായിച്ചു കേട്ടത്. ആൾക്കാർ ഈശോനെ എത്രയേറെ സ്നേഹത്തോടെ ഓശാന പാടി രാജാവായിട്ട് സ്വീകരിക്കുവാനായിട്ട് വലിയൊരു കാരണമുണ്ട്. അത് എന്ന് പറയുന്നത് സോളമൻ രാജാവിനും ദാവീദ് രാജാവിനും ഒക്കെ ശേഷം ഇസ്രായേൽ ദേശം രണ്ടായിട്ട് തിരിഞ്ഞു പോകുന്നുണ്ട്. നോർത്തേൺ കിങ്ഡം, സദേൺ കിങ്ഡം, രണ്ട് കിങ്ഡമായിട്ട് തിരിഞ്ഞ് പിന്നീട് അവർ പ്രവാസത്തിലേക്ക് പോകുന്നുണ്ട്. ബാബിലോൺ പ്രവാസം, അസീറിയൻ പ്രവാസം. അത് കഴിഞ്ഞിട്ട് ഇസ്രായേൽക്കാർക്ക് അവരുടെ രാജ്യം നഷ്ടപ്പെടുന്നു, രാജാവ് നഷ്ടപ്പെടുന്നു, അവർക്ക് അവരുടെ ദേവാലയം നഷ്ടപ്പെടുന്നു. അവർ ഏറ്റവും പ്രധാനമായി കരുതിക്കൊണ്ടിരുന്ന അവരുടെ രാജ്യം, രാജാവ്, അവരുടെ ദേവാലയം, ഇത് മൂന്നും അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അവർ കാത്തിരിക്കുന്നത് ഇത് അവർക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് രാജ്യം വേണം, രാജാവ് വേണം, അവർക്ക് സ്വന്തമായിട്ട് ദേവാലയം വേണം. അതിനുവേണ്ടി അവർ കാത്തിരിക്കുന്നത്. 600 വർഷത്തോളം കാത്തിരിപ്പിന് ശേഷമാണ് ഈശോ മിശിഹായാണ്, ഈശോ രാജാവാണ്, ഈശോ ഇവരെ രക്ഷിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് ഇവർ ഈശോയ്ക്കായിട്ട് ജയഗീതങ്ങൾ പാടുന്നത്. ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഇതിനെപ്പറ്റിയൊന്നുമല്ല. ഓശാന ഞായറാഴ്ചയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഒരു ഫോർമുലയാണ്. ഫോർമുല ഇങ്ങനെയാണ്: ഗ്ലോറി, ഹ്യൂമിലിറ്റി, ഗ്രേറ്റർ ഗ്ലോറി. അതായത് നമ്മുടെ മഹിമ, നമ്മളുടെ എളിമ, പിന്നെ നമുക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും പരമോന്നതമായ മഹത്വം. ഓശാന ഞായറാഴ്ച ഒരു പബ്ലിക് അപ്രീസിയേഷൻ്റെ ദിവസമാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അപ്രീസിയേഷൻ കിട്ടുന്ന സമയങ്ങളിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ഉയർച്ച ഉണ്ടാകുന്ന ദിവസങ്ങൾ, അല്ലെങ്കിൽ ആ സമയങ്ങൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് നമുക്ക് ചിന്തിക്കാം. ഈശോ ഏറ്റവും കൂടുതൽ പബ്ലിക് അപ്രീസിയേഷൻ കിട്ടുന്ന ദിവസമാണ്. അന്ന് ഈശോയ്ക്ക് വേണമെങ്കിൽ ഒരു കുതിരയുടെ പുറത്ത് വരായിരുന്നു. പക്ഷെ ഈശോ ചെയ്യുന്നത് എന്താ? നാട്ടുകാരൊക്കെ ഈശോനെ ഹോശാന വിളിച്ച് ജയ ആഘോഷങ്ങളോടെ സ്വീകരിക്കുമ്പോൾ ഈശോ കടന്നു വരുന്നത് ഒരു കുതിരപ്പുറത്തല്ല, ഒരു കഴുതപ്പുറത്താണ്. കഴുതപ്പുറത്ത് വരാനായിട്ടുള്ള കാരണം ഈശോയുടെ എളിമ എളിമ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് ഏറ്റവും കൂടുതൽ ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു ദിവസം, രാജാവായിട്ട് ഈശോനെ കരുതുന്ന ദിവസം, ഇവരുടെ ഒക്കെ രാജ്യം തിരിച്ചെടുക്കാനായിട്ട് ഇവരെ സഹായിക്കുവാനായിട്ട് വരുന്ന രാജാവായിട്ട് ഇവർ കരുതുന്ന ഈശോനെ ഒത്തിരിയേറെ സ്നേഹിക്കുന്ന ദിവസം പോലും ഈശോ കാണിക്കുന്നത് ഒരു അഹങ്കാരമല്ല, പക്ഷെ ഈശോ കാണിക്കുന്നത് ഒരു എളിമയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണിക്കേണ്ടത് ഈ എളിമയാണ്. ഈ എളിമ കാണിക്കാനായിട്ട് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ എളിമ കാണിക്കുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ പോകുന്നത് ഉദ്ധാനമാണ്. അല്ലെങ്കിൽ നമുക്ക് ഹ്യൂമിലിറ്റി മൂലം നമുക്കുണ്ടാകാൻ പോകുന്നത് ഗ്രേറ്റർ ഗ്ലോറിയാണ്. നമ്മൾ അതുകൊണ്ട് ചെറിയ വിജയങ്ങളിൽ നമ്മൾ ഒതുങ്ങി പോകരുത്. ചെറിയ വിജയങ്ങളിൽ നമ്മൾ അഹങ്കാരം കാണിച്ച് അവിടെ സ്റ്റക്കായി പോകരുത്. നമ്മൾ മുമ്പോട്ട് പോകണം. നമ്മുടെ എല്ലാ വിജയങ്ങളിലും, നമ്മുടെ വലിയ കാര്യങ്ങളിലും നമ്മൾ കാണിക്കേണ്ടത് എളിമയാണ്. ആ എളിമ ഈശോ കാണിച്ചതുപോലെ, രാജാതിരാജനായ ഈശോ കാണിച്ചതുപോലെ എളിമ കാണിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഗ്രേറ്റർ ഗ്ലോറിയിലേക്ക് പോകും. ഈശോയ്ക്ക് ഉണ്ടായത് ഉത്ഥാനമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉത്ഥാനം ഉണ്ടാകും. കുരിശ് നമ്മുടെ ജീവിതത്തിലെ വലിയ അപ്രീസിയേഷൻ കിട്ടുന്ന, വലിയ മഹത്വം കിട്ടുന്ന ദിവസങ്ങളിൽ നമ്മൾ എളിമ കാണിച്ചാൽ പിന്നീട് നമുക്ക് അതൊരു കുരിശാണ്, നമുക്ക് സങ്കടം തരുന്നതാണ്. പക്ഷെ കുരിശിനപ്പുറം നമുക്ക് ഗ്രേറ്റർ ഗ്ലോറി, ഏറ്റവും മഹോന്നതമായ ഒരു സമ്മാനം നമുക്കായിട്ട് ഉദ്ധാനം കാത്തിരിപ്പുണ്ട്. കുരിശ് അവസാനമല്ല, ഉദ്ധാനമാണ് അവസാനം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.